ഇപ്പോൾ സാനിയോ മനോമിയിലേക്ക് പോകുന്നു. സാനിയോ മനോമി, ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഒരു താൽക്കാലിക പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഏകദേശം എത്ര സമയമാകുമ്പോൾ അതുവഴി വാഹനങ്ങൾ മുണ്ടക്കൈ മേഖലയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും കടത്തിവിടാൻ സാധിക്കും? സാനിയോ. ഗുഡ് മോർണിംഗ് അരുൺ. അതായത് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയാകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. ഇന്നലെ അഹോരാത്രം പണിയെടുത്ത പട്ടാളം, അതുപോലുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് ബെയിലി പാലം അവസാനത്തെ മിനുക്കുപണികളിലേക്ക് എത്തുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നിലവിൽ റണ്ണർ ഇടുകയാണ്. അതിനുശേഷം അതിന് മുകളിൽ പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഒരു ബോർഡ്, അതായത് ഡാഷ്ബോർഡ് പോലുള്ള ഒരു ബോർഡ് പതിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുക. വാഹനങ്ങളല്ല, ഈ ട്രക്ക് പോലുള്ള, അതായത് JCB പോലുള്ള, ഹിറ്റാച്ചി പോലുള്ള വാഹനങ്ങളായിരിക്കും കടത്തിവിടുക. ഹിറ്റാച്ചികൾ 25 ഹിറ്റാച്ചികളോട് ഇങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്നലെ PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, കോഴിക്കോട് നിന്ന് വന്ന PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ആ ഹിറ്റാച്ചികൾ മുഴുവനായി മുണ്ടക്കൈയിലേക്കാണ് പോവുക. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ മുഴുവനായി തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടതുണ്ട്. നിലവിൽ പല കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലും ആളുകളുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. ആ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പൊളിക്കുകയും അതിൻ്റെ കോൺക്രീറ്റുകൾ മാറ്റുകയും ഒക്കെ ചെയ്യണമെങ്കിൽ സാധാരണ മനുഷ്യന് കൈകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഉപകരണങ്ങൾ കൊണ്ടോ സാധ്യമല്ല. അതുകൊണ്ടാണ് വലിയ ഹിറ്റാച്ചികൾ അങ്ങോട്ടെത്തിയാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് സൈന്യം ബെയിലി പാലം നിർമ്മിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ പാല നിർമ്മാണത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ എഞ്ചിനീയർമാരും അതുപോലെ അവരുടെ തൊഴിലാളികളും സൈന്യത്തെ അസിസ്റ്റ് ചെയ്ത് ഒപ്പമുണ്ട്. ഏതായാലും പാലത്തിനപ്പുറത്ത് നമ്മുടെ റിപ്പോർട്ടർ അശ്വിൻ ഡിയാഗോ കൂടിയുണ്ട്. നിലവിൽ കുത്തൊഴുക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കാരണം ഇന്നിപ്പോൾ റെഡ് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കുത്തൊഴുക്ക് കുറഞ്ഞത് ഒരു വലിയ സമാധാനമായാണ് രക്ഷാദൗത്യവും അതുപോലെ സേനയും എല്ലാം കാണുന്നത്. ഈ കുത്തൊഴുക്കിനും ഏകദേശം ഒരു 5 മീറ്റർ മുകളിൽ കൂടിയാണ് പാലം പോകുന്നത് എന്നതും ആശ്വാസകരമാണ്. പാലത്തിൻ്റെ പണി അതിവേഗം പുരോഗമിക്കുന്നു. ഇന്ത്യൻ സൈന്യം അത് അതിവേഗം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സൈന്യമടക്കം എല്ലാവരും അതിൻ്റെ പണിയിലായതുകൊണ്ട് അവരോട് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോവുക അസാധ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഈ പാലം നിർമ്മിച്ചതിന് ശേഷമായിരിക്കും ഇതിന് റണ്ണർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ഡാഷ് പണിതതിന് ശേഷമായിരിക്കും അതിലൂടെ ഈ ട്രക്കറുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ JCB അടക്കമുള്ള വാഹനങ്ങൾ കടത്തിവിടുക. അതിനുശേഷമായിരിക്കും രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ നടക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണക്കനുസരിച്ച് 200-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ന് കൂടുതലായി ലഭിക്കും. കൂടുതലായി ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നാണ് ലഭിക്കാൻ സാധ്യതയുണ്ടാവുക. ഇവരൊക്കെ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത്, ഏതൊക്കെ കെട്ടിടത്തിന് ഉള്ളിൽ ആളുകളുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഹിറ്റാച്ചികൾ ഇങ്ങോട്ടേക്ക് എത്തി പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഇന്നേക്കിപ്പോൾ 3-ാമത്തെ ദിവസം, ദുരന്തമുണ്ടായി 3-ാമത്തെ ദിവസം അടുക്കുമ്പോഴാണ് നമുക്ക് ആ രക്ഷാപ്രവർത്തന ദൗത്യം നടത്തേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത് തന്നെ വലിയൊരു നിരാശാജനകമായ കാര്യമാണ്. കാരണം ഇവിടെ ആദ്യമുണ്ടായിരുന്ന പാലം ഒലിച്ചുപോയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായി പറയുന്നത്. കാരണം ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ അതിലെ ഹിറ്റാച്ചിക്ക് കടന്നു പോകാമായിരുന്നു, അങ്ങനെ രക്ഷാദൗത്യം നടത്താമായിരുന്നു. പക്ഷേ ആ പാലം തന്നെ ആദ്യമായി ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യ ദിവസം തന്നെ വന്ന ഇവിടെ കണ്ടത്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന പണി മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് തോന്നുന്നു ബാക്കി ഏകദേശം എല്ലാ പണികളും പൂർത്തിയാക്കി. മാത്രവുമല്ല, ഇന്നിന് കനത്ത മഴ പെയ്യുകയാണെങ്കിൽ ആദ്യം റെഡ് അലേർട്ട് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് റെഡ് അലേർട്ട് മാറിയിട്ടുണ്ട്. കാലാവസ്ഥ ഒരുപക്ഷെ ഇന്ന് അനുകൂലമായേക്കാം. മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പക്ഷേ പണി അല്പവും വൈകുന്നില്ല. ഇന്നലെ നമ്മളുടെ ലഫ്റ്റനന്റ് കേണൽ പറഞ്ഞത് വൈകുന്നേരമാകുമെന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഏകദേശം 10 മണിയോടുകൂടി വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമോ? പ്ലാറ്റ്ഫോമിൻ്റെ നിർമ്മാണം ഏത് ഘട്ടത്തിലെത്തി സാനിയോ? 10 മണിയോടെ കടത്തിവിടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് നമുക്ക് വിദഗ്ധർ ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ പ്ലാറ്റ്ഫോമിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. റണ്ണർ ഇടുന്ന പണി മാത്രമേ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പ്ലാറ്റ്ഫോം ഇട്ടാൽ ഉടൻ തന്നെ ഇതിലെ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാനാകും റണ്ണറുകളാണ് ഇട്ടത്. ആ റണ്ണറുകളെ പരസ്പരം ബന്ധിപ്പിക്കാനായി പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ കൂടുതലായി പെയ്യുന്നത് ഒരുപക്ഷെ രക്ഷാദൗത്യത്തിന് വലിയ പ്രയാസം സൃഷ്ടിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയായി പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുഴയിൽ വെള്ളം ജലനിരക്ക് താഴ്ന്നത് വലിയൊരു നല്ല കാര്യമായി കാണാം. ഈ കാൽനട യാത്രക്കാർക്കും മറ്റും അപ്പുറത്തേക്ക് കടന്നു പോകാൻ മറ്റൊരു പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ബെയിലി പാലം അല്ലാതെ ബെയിലി പാലത്തിലൂടെ എനിക്ക് 2 വിവരങ്ങൾ കൃത്യമായിട്ട് വേണം. അതിലൊന്ന്, ആ പാലം കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നത് പ്രേക്ഷകരിലേക്ക് നമുക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ളതും, നമ്മുടെ സുദേവൻ്റെയും നാസറിൻ്റെയും ഒക്കെ വീട് നിന്നിരുന്ന ട്രീ വാലി റിസോർട്ട് നിന്നിരുന്ന ഈ മദ്രസ
നിന്നിരുന്ന ഈ മുണ്ടക്കയിലെ അങ്ങാടിയിലേക്ക് ഇപ്പോൾ ബെയിലി പാലം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എത്ര ദൂരമുണ്ട്? 2, ഈ ബെയിലി പാലം മറികടന്ന് വേണമോ ഈ അട്ടമല ഭാഗത്തേക്ക് പോകാൻ, അതേപോലെ വെള്ളാർമല ഭാഗത്തേക്ക് പോകുന്നതും ഇതുവഴി കടന്നു പോകാൻ കഴിയുമോ? ആ 2 വിവരങ്ങൾ കൂടി ഒന്ന് അന്വേഷിച്ച് പറയുക സനിയോ. ഞാൻ സനിയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അഷിൻ ഡിയാഗോ കൂടിയുണ്ട്. അഷിൻ ഡിയാഗോ ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ മറുകരയിലാണുള്ളത്. അഷിൻ ഡിയാഗോ, വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കുറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിന് സഹായകരമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറുകരയിൽ നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന സംശയം ഇപ്പോഴുമുണ്ട് സർക്കാരിന്. അതുകൊണ്ട് തന്നെ ഇന്നും രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഉപകരണങ്ങൾ ആ ഭാഗത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് മറുഭാഗത്ത് നിന്നുള്ള കാഴ്ചകൾ? ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഏതു ഘട്ടത്തിലെത്തി? മറുഭാഗത്ത് നിന്ന് JCB ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അവിടെ വലിയ ഉരുളൻകല്ലുകൾ ഒരു ഭാഗത്ത് വന്ന് വീണ് കിടക്കുന്നത് കാണാം. തീർച്ചയായും ഈ ബെയിലി പാലത്തിന് നിർമ്മാണം ഇല്ലെങ്കിൽ ഇന്ന് ഉപകരണങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയില്ല. എന്താണ് മറുകരയിൽ നിന്നുള്ള ദൃശ്യം? ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണ് ഈ ഒരു ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം. കാരണം ഈ ബെയിലി പാലം ഇത് പൂർത്തിയായാൽ മാത്രമേ മറ്റ് സാധനങ്ങളൊക്കെ, അതായത് വലിയ വലിയ വാഹനങ്ങൾ, ഇറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങൾ, JCB അടക്കമുള്ള സാധനങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയൂ. എങ്കിൽ മാത്രമേ ബാക്കി രക്ഷാപ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വലിയ പാറക്കഷ്ണങ്ങൾ, അതുപോലെ തന്നെ മരക്കഷ്ണങ്ങൾ, വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കുന്നാണ് ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ടുള്ളത്. മനുഷ്യസാധ്യമായ കാര്യങ്ങളല്ല ഇവ നീക്കം ചെയ്ത് ഇതിനടിയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതിന് ഇത്തരത്തിൽ യന്ത്രസഹായങ്ങൾ കൂടി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ JCB അടക്കമുള്ള, ഹിറ്റാച്ചി അടക്കമുള്ള കാര്യങ്ങൾ ഈ മറുകരയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബെയിലി പാലം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ഉണ്ടായിരുന്നൊരു പാലം പോയതാണ് ഏറ്റവും വലിയ തിരിച്ചടി രക്ഷാപ്രവർത്തനത്തിന് ആദ്യം മുതൽ തന്നെ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ എന്തായാലും മറ്റൊരു നല്ലൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒഴുക്ക്, ഈ നദിയുടെ ഒഴുക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. പക്ഷേ ഈ മഴ മുന്നറിയിപ്പുകൾ വയനാടിന് നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് ഇവിടെ സാധ്യതയുള്ളതും. അതുകൊണ്ട് വരും മണിക്കൂറുകളിലും മഴയ്ക്ക് ഉള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രവും നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ, രക്ഷാപ്രവർത്തനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ മഴ ചെറുതായി ചാറ്റൽ മഴ മാറി ചെറിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ മറുകരയിലെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഇനി പ്ലാറ്റ്ഫോം നിർമ്മിക്കേണ്ടതുണ്ട്. അതിൽ റണ്ണറുണ്ട്. അതിന് മുകളിലായി മറ്റൊരു പ്ലാറ്റ്ഫോം കൂടി നിർമ്മിച്ചതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ, അതായത് ഹിറ്റാച്ചി അടക്കമുള്ള ഭാരമുള്ള വാഹനങ്ങൾ ഇതുവഴി കടക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കുന്നത്. 12 ടൺ വരെ ഇതിന് ഭാരം താങ്ങാൻ കഴിയും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. 2ാം ലോക മഹായുദ്ധകാലത്താണ് ഈ ബെയിലി പാലം നിർമ്മിക്കുന്നത്. ഒരു താൽക്കാലികമായിട്ടുള്ള പാലമാണ്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ പ്രീ ഫാബ്രിക്കേറ്റഡായി ഉരുക്കുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാലം. മറുഭാഗത്തേക്ക് ട്രക്കുകളും ക്യാബിനുകളും ഒക്കെ നമുക്ക് വളരെ വേഗം എത്തിക്കാൻ സാധിക്കും.